അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജിട്ടാ ഗെയിമിംഗ് ആയിട്ടാണ്. സോ നമ്മൾ ആ കുരുട്ട് സാധനം വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഇന്നൊന്നും തീരത്തില്ല. സോ ഇതിനകത്തൂടെ അരിച്ചാൽ ഇത് പോവുമെന്നാണ് എനിക്ക് നോക്കേണ്ടുന്നത്. പോത്തില്ല. സോ ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഒരു പരിധിയുണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ, മൊത്തമൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് സാൻഡ് ആയതുകൊണ്ട് ഇത് പൊടിയും. കണ്ടാൽ ഇത്തിരി ഉള്ളെങ്കിലും അത്യാവശ്യം നല്ല എമൗണ്ട് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ഞാൻ കണ്ടു. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ചെളി നമുക്ക് കളയാം. ഒരുപാടൊന്നും ക്ലീനാക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുകൊണ്ട് ചെളി പോയി. നമ്മുടെ വെള്ളമൊഴിക്കൽ ക്ലീനിങ് കുറച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം. ചാക്കിട്ട് അതിൻ്റെ പുറത്താണ് നിരത്താൻ പോകുന്നത്. അപ്പൊ ഇതാണ് സാൻഡ് എല്ലാം കോരി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടാങ്കിന്റെ അവസ്ഥ. ഇനി നമുക്ക് ടാങ്ക് ക്ലീൻ ആക്കാം. കമോ, ഇതായിരിക്കണം നമ്മുടെ കെയർഫുൾ തിങ്. ധൃതി കാണിച്ചാൽ എന്തെങ്കിലും ഒരു കേടുപാട് പറ്റിയാൽ എല്ലാം നശിച്ചു. സാൻഡ് കളഞ്ഞോ? നമ്മുടെ സാൻഡ് ഇതിനകത്തുണ്ട്. നമ്മൾ വെയിലത്തൊക്കെ വെച്ച് അത്യാവശ്യം ചെളി കളഞ്ഞിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് കളയാൻ പറ്റത്തില്ല. സോ നമ്മൾ എടുത്തതിലും വളരെ കുറച്ച് സാൻഡൊക്കെ ബാക്കിയുള്ളൂ. കുറേയൊക്കെ പോയി. ഇത് വെച്ചാണ് നമ്മൾ ലെവലാക്കാൻ പോകുന്നത്. നമുക്കിനി ഇതിനകത്ത് വയ്ക്കാൻ പ്ലാന്റ്സ് വേണം. ഞാൻ പോയി പ്ലാന്റ്സ് മേടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ സോയിൽ മേടിച്ചു. ഒരു 3 കിലോ സോയിൽ എടുത്തു. പിന്നെ നല്ല അത്യാവശ്യം നല്ലൊരു ലൈറ്റ് എടുത്തു. പിന്നെ കുറച്ച് പ്ലാന്റ്സ് മേടിച്ചു. സോ നമുക്കിനി ബാക്കി സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളം നിറയ്ക്കുന്ന പ്രോസസ്സിലോട്ടാണ്. സാധാരണ ബക്കറ്റിൽ കുറേ ഒഴിക്കാറ്, പക്ഷേ ഇന്ന് അത്യാവശ്യം ടയർഡ് ആയതുകൊണ്ട് ഓസ് വെച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കിണറ്റിലെ വെള്ളമാണ് നിറയ്ക്കുന്നത്. മറ്റേ ലൈനിലെ വെള്ളം ക്ലോറിനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നിറയ്ക്കുന്നു. അത് കഴിഞ്ഞ് പ്ലാന്റ് നടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ചെയ്യും. കാരണം വെള്ളമില്ലാതെ നമുക്ക് പ്ലാന്റ് നടാൻ പാടായി.
സോ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തടി എടുത്ത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ അത് സെറ്റായി. ഞാൻ പ്ലാന്റ് എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റിലൊന്നും എനിക്ക് അത്ര വിശ്വാസമില്ല, ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. പക്ഷെ നമുക്കത് പ്ലാന്റിന് വലിയ റേറ്റ് ഒന്നും വരത്തില്ല. ഈ സോയിലും നമ്മുടെ ലൈറ്റുമാണ് മെയിൻ സാധനം. ലൈറ്റിന് അത്യാവശ്യം നല്ല റേറ്റായി. സോ നമുക്കിത് പ്ലാൻ ചെയ്യാം. ഇത് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ ചെയ്തേക്കാം. ചെടിയുടെ ഒക്കെ കറക്റ്റ് അവസ്ഥയാണെങ്കിൽ വെള്ളം ഒന്ന് കലങ്ങി തെളിയണം. ഞാൻ ബാക്കി വെള്ളം ഒഴിക്കാനുള്ള സെറ്റ് നോക്കട്ടെ. സോ ഇനിയാണ് നമ്മൾ മെയിൻ സെറ്റിങ്സിലോട്ട് പോകുന്നത്. നമ്മുടെ ലൈറ്റ് അൺബോക്സ് നമുക്ക് ചെയ്യാം. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ലൈറ്റ് ഡിസൈനും കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മുകളിൽ ക്ലാമ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം മുകളിൽ ഒരു റൂഫ് കണക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പം ഈ നമ്മുടെ ടി വിയുടെ ഡിഷിൻ്റെ അത് വെക്കാൻ വേണ്ടിയുള്ള ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അല്ലെങ്കിൽ നമുക്കിത് മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ലൈറ്റ്. നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്താൽ നമ്മുടെ സെറ്റാണ്. നമുക്ക് സെറ്റ് നോക്കും. നമുക്ക് ഒരു 2 കാര്യങ്ങൾ ബാക്കിയുണ്ട്. നമ്മുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അവിടെ കുറച്ച് കല്ലും ഒരു കുടവുണ്ട്, അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. സോ നമുക്കത് ചെയ്തിട്ടുണ്ട്. കയറാൻ കുറച്ച് വെള്ളം വേണ്ടി വരും. നമുക്ക് വെള്ളം ഒഴിച്ചാൽ അത് കറങ്ങുള്ളൂ. നമുക്കിത് ഒരു കാര്യമുണ്ട് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ എയറേഷൻ കൊടുക്കുന്നത്. എല്ലാം ഞാൻ ഇട്ട് കാണിച്ചു തരാം. നമുക്ക് ആക്ച്വലി ഇപ്പം എല്ലാത്തിനോടുള്ള പ്ലഗ് സോക്കറ്റ് ഇവിടെ ഇല്ല. ടി വിയും കുത്തണം. അവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്കൊരു വീട്ടിൽ മേടിക്കേണ്ടി വരും. നമുക്ക് ഈ ടാങ്ക് കുറച്ച് തെളിഞ്ഞിട്ട് വയ്ക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇന്നൊരു ദിവസം ഫുള്ള് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഫിഷ് ടാങ്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഇതാണ് ഇപ്പം നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ. നമ്മൾ മീനെ ഇതിനകത്ത് ഇറക്കി. 2 മീൻ ചത്തുപോയി, ബാക്കി 3 എണ്ണം ഉണ്ട്. ആ ചെറിയ 2 മീൻ ചത്തുപോയി. ബാക്കി ഇതിൽ സെറ്റാണ്. ബാക്കി 2 എണ്ണം എവിടെയോ പോയി കളിക്കുന്നുണ്ട്. നമ്മുടെ ലൈറ്റ് ഫിൽറ്ററിന് ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നു. അത് ഇടയ്ക്ക് കുറച്ച് സൗണ്ട് കേൾക്കുന്നു. ഇപ്പോൾ വലിയ സീനില്ല. എയറേഷൻ എല്ലാം പ്രോപ്പറാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫൈനൽ ഔട്ട്കം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.